സ്വരവർണ്ണങ്ങൾ സ്വരവർണ്ണങ്ങൾ ദൈവം ദാനമായി നൽകിയ തൻ്റെ ശബ്ദത്തെ വിസ്മയകരമാം വിധം ആർദ്രവും സുന്ദരവുമായി പങ്കുവയ്ക്കുന്ന ഒരു കലാകാരി. ഇത് ഏഞ്ചൽ ഷിജോയ്. വളരെ ചെറുപ്പകാലം മുതൽ ഡബ്ബിംഗ് മേഖല തിരഞ്ഞെടുക്കുകയും ഷാലോൺ ടെലിവിഷനിലെ ഏറെ ജനപ്രിയമായ വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ മറിയം ത്രസ്യ, വിശുദ്ധ എവ്പ്രാസ്യാമ അടക്കമുള്ള സീരിയലുകളും വിവിധ സിനിമകളിലും പരസ്യചിത്രങ്ങളിലും നായിക ശബ്ദം അനശ്വരമാക്കിയ കലാകാരി. ഡബ്ബിംഗ് എന്ന വ്യത്യസ്തമായ ഈ കലയെക്കുറിച്ചും തൻ്റെ ജീവിതത്തിലെ ദൈവിക അനുഭവങ്ങളെക്കുറിച്ചും ഏഞ്ചൽ നമ്മോട് പങ്കുവെക്കുന്നു. സ്വരവർണ്ണങ്ങൾ. ബൈബിളിൽ ഏറ്റവും ശക്തമേറിയ മനുഷ്യ ശരീരത്തിലെ അവയവമായിട്ടും അതുപോലെ ഏറ്റവും ദുഷിച്ച അവയവമായിട്ടും പറയുന്നത് ഒന്നിനെ തന്നെയാണ്. അത് മനുഷ്യൻ്റെ നാവാണ്. നമ്മുടെ കൂടെ നാവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന, ശബ്ദം കൊണ്ട് അനേകർക്ക് ആസ്വാദ്യത പകരുന്ന ഒരാളുണ്ട്. മലയാള സിനിമാ ലോകത്തെ വളരെ തിരക്കുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. മാലാഖയുടെ പേരുള്ള, മാലാഖയെ പോലെ ചിരിക്കുന്ന, മാലാഖയുടെ ശബ്ദമുള്ള ആൾ. ഒത്തിരി സ്നേഹത്തോടെ ഏഞ്ചൽ ചേച്ചിയെ ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേച്ചി, സ്വാഗതം. താങ്ക് യു കെവിൻ. ഏഞ്ചൽ ചേച്ചിയുടെ ഡബ്ബിംഗ് വിശേഷങ്ങളിലേക്ക് ഒക്കെ പോകാം. അതിനു മുമ്പ് നമുക്ക് ഏഞ്ചൽ ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നാട്, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് കിഷോർ എന്നാണ്. കിഷോട്ടൻ കാഞ്ഞിരപ്പള്ളിയാ വീട്. ഞങ്ങൾക്ക് 2 മക്കള്. മൂത്തയാൾ എൽക്കാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ നെന്നോലിന 1 വയസ്സായി. പിന്നെ എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ചേച്ചിയുണ്ട്. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായിട്ട് എറണാകുളത്ത് താമസിക്കുന്നു. കിഷോറിൻ്റെ വീട്ടിൽ അച്ചാച്ചനും മമ്മിയും ഒരു ചേച്ചിയുണ്ട്, ഡൽഹിയിലാണ്. ഇതാണ് കുടുംബം. ചേച്ചി, അഭിനയ രംഗത്തേക്കൊക്കെ കുറേ പേരൊക്കെ കടന്നു വരാറുണ്ട്. പക്ഷേ ഡബ്ബിംഗ് മേഖലയൊക്കെ അത്ര ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു സ്ഥലമല്ല. അല്ലെങ്കിൽ ഡബ്ബിങ്ങിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് അറിയത്തില്ല. എങ്ങനെയാണ് ചേച്ചി, കാരണം എനിക്ക് ഏകദേശമൊക്കെ ഒരു അറിവുണ്ട്, ചേച്ചി വളരെ ചെറുപ്പത്തിൽ തന്നെ ഡബ്ബിങ്ങിലേക്ക് വന്ന ഒരാളാണ്. എങ്ങനെയാണ് ചേച്ചി ഡബ്ബിങ്ങിലേക്ക് എത്തിച്ചേർന്നത്? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? കെവിൻ പറഞ്ഞ പോലെ ചൂസ് ചെയ്തതല്ല. പിന്നെ 8 വയസ്സിൽ വന്നപ്പോൾ ഒട്ടും ചൂസ് ചെയ്ത ഒരു മേഖലയല്ല. അവിചാരിതമായിട്ടാണ്. പക്ഷെ അത് ഈശോൻ്റെ പ്ലാനായിരുന്നു ഇപ്പം ഇവിടെ ഇരിക്കുന്നതും. 8 വയസ്സുള്ളപ്പം ഞാൻ ഡാൻസ്, ബാക്കി കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു അങ്കിൾ മുഖേന അന്നത്തെ സമയത്ത് ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നൊരു സീരിയലിൽ ഒരു കുട്ടിക്ക് ഡബ് ചെയ്യാൻ ആദ്യം പോയത്. ആ കുട്ടി തന്നെ സ്വയം ഡബ് ചെയ്യുന്നത്. അപ്പം അവൻ ഒരു ഡയലോഗ് മാത്രം അതിൽ മിസ്സായി പോയി ചെയ്യാൻ. മെയിൽ വോയിസ്. ആൺകുട്ടിക്കാണ്. പിന്നെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ എല്ലാ സൗണ്ടും ഏകദേശം ഒരുപോലെയാണ്. അപ്പം അവൻ ദൂരെ എവിടെയാണ് വീട്, പോവുകയും ചെയ്തു. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് അങ്ങനെ ഞാൻ പോയി ചെയ്യായിരുന്നു. അതാണ് എൻ്റെ ഡബ്ബിങ് കരിയറിൻ്റെ തുടക്കം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 സീരിയൽസിലൊക്കെ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ സ്വയം ഡബ് ചെയ്തു. അങ്ങനെ ഡബ്ബിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് നിസ്സാരക്കാരിയായിട്ട് വിചാരിക്കരുത്. ഏകദേശം ഒരു 10,000-ഓളം പരസ്യങ്ങളിൽ ഡബ് ചെയ്ത, ഒരു 200-ലധികം സിനിമ ഡബ് ചെയ്ത ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ചേച്ചിയുടെ സിനിമകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ജെയിംസ് ആൻഡ് ആലീസൊക്കെ ഒത്തിരി ആൾക്കാർ ശ്രദ്ധിച്ച ഒരു സിനിമയാണ്. അതുപോലെ അർച്ചന കവിക്ക് വേണ്ടിയിട്ട് മമ്മി ആൻഡ് മീ ഡബ് ചെയ്ത്, ഇങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. അപ്പോൾ ചേച്ചിയുടെ നോട്ടബിൾ ആയിട്ടുള്ള ആ സിനിമകളെ പറ്റിയും ഒത്തിരി ആൾക്കാരുടെ പ്രോത്സാഹനം കിട്ടിയ സിനിമകളെ പറ്റിയും പ്രധാനപ്പെട്ട വർക്കുകളെ പറ്റിയൊക്കെ പറയാം. മൂവീസ് ഇപ്പം കെവിൻ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ജെയിംസ് ആൻഡ് ആലീസ്. അല്ല അപ്പച്ച, ഞങ്ങൾക്ക് കൃത്യമായ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ഞാൻ 2-3 ബാങ്കിൽ ടെസ്റ്റ് ചെയ്തിരിക്കല്ലേ, എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോഴേക്കും ജെയിംസിന് സ്വന്തമായൊരു ആഡ് ഏജൻസി. പിന്നെ ABCD, പിന്നെ ഹീറോയിൻ വോയിസ് ഒക്കെ ആദ്യമേ ചെയ്തു തുടങ്ങിയതാ കേരള കാഫേ. പിന്നെ നമ്മുടെ ഭാസ്കർ ദ്രാസ്കളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് എണ്ണി പറയാനാണെങ്കിൽ കുറച്ചധികം മൂവീസ് ഉണ്ട്. ഇഷ്ടമുള്ള മൂവീസ് ഇതൊക്കെയാണ്. പിന്നെ ഈ അടുത്തൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ്, നയൻ നസ്ര, ഫോറൻസിക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കോൾ എടുക്കാത്തെ ഒരു 10-20 തവണ വിളിച്ചല്ലോ. എന്നെയോ? ഒരുപിടി നല്ല ചിത്രങ്ങൾ ഇനിയിപ്പം റിലീസിനും വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ട്. അപ്പം അതിനേക്കാളൊക്കെ ഉപരി എന്നെ പേഴ്സണലി സന്തോഷിപ്പിക്കുന്നതാണ്
ഷാലോമിന് വേണ്ടി അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ഈ ശബ്ദം യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം. അത് ഒരിക്കലും ശബ്ദം വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അത് ദൈവമാണെന്ന് കരുതിയിട്ടില്ല, ഈ തൊഴിലാണ് എൻ്റെ ദൈവം എന്ന് കരുതിയിട്ടില്ല. പക്ഷേ ഇപ്പം ഷാലോം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്ന ഒരു പേരാണ് സിബി യോഗിയാവിയുടെ അങ്കിളുടെ ടെലിഫിലിമിലാണ് ഞാൻ ആദ്യമായിട്ട് ഷാലോമുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു വർക്ക് അൽഫോൻസാമയുടെ ടെലിഫിലിം ചെയ്യുന്നത്. ഭാരവശ്യം എന്നെ പേടിപ്പിക്കുകയാണ്. വേദനയുടെ തീച്ചുളയിലാണ്. ഞാനിപ്പോ കുരിശിലാണ് കിടക്കുന്നത്. കുരിശിൽ കിടക്കുമ്പോൾ കയ്യും കാലും അനക്കുവാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ കർത്താവിന് കഴിഞ്ഞില്ലല്ലോ. തലയിണയോ കിടക്കയോ അവിടത്തേക്കില്ലായിരുന്നു. എനിക്കാകട്ടെ എന്തും ചെയ്യുവാൻ തയ്യാറായി. ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കാനും സഹതപിക്കുവാനുമായി എത്രയോ പേരടുത്തുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മറിയം ത്രേസ്യാമ്മയുടെ ടെലിഫിലിം എൻ്റെ മോനെ ക്യാരിയിങ് ആയിരിക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിലെ ഓരോ ഘട്ടങ്ങളിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഞാൻ +2 പഠിക്കുമ്പോഴാണ് അൽഫോൻസാമ്മ, മോനെ ക്യാരിയിങ് ആയിരിക്കുമ്പോഴാണ് മറിയം ത്രേസ്യാമ്മ ചെയ്യുന്നത്. അതിനാണ് എനിക്ക് ആദ്യത്തെ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് കിട്ടുന്നത് സിബിയങ്ങളുടെ വർക്കിന്. എട്ടിയാനം മദർ, യേശുവിന്റെ ചാരത്തണയാൻ നീ കാണിച്ച ധീരതയും ആവേശവും കെടാതെ സൂക്ഷിക്കുകയാണ് ഇനി പ്രധാനം. ആവേശം ചോർന്നു പോവാതെ, വഴി തെറ്റാതെ, മൂല്യങ്ങളിൽ മുറുകെ പിടിച്ച് മുന്നേറാൻ പരിശുദ്ധ അമ്മയോട് ദിവസവും പ്രാർത്ഥിക്കണം. അമ്മേ, നിന്റെ നീലക്കാപയിൽ പൊതിഞ്ഞ് എന്നെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മ നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കാം. നന്ദി അമ്മേ. അത് കഴിഞ്ഞിട്ട് ഏവുപ്രാസ്യാമ്മയുടെ ടെലിഫിലിം ചെയ്തു. അപ്പോൾ ഷാലോം എപ്പോഴും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ വർക്കുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഞാൻ പുൽക്കൂട്ടിൽ ഉണ്ണീശോയെയും മാതാവിനെയും ഔസേപ്പിതാവിനെയും കണ്ടു. ഉണ്ണീശോയെ കണ്ടെന്നോ? എന്ത് ശീല ഉണ്ണീശോയെ കാണാൻ. ഞാൻ കൈകൂപ്പി പ്രാർത്ഥനയോടെ ഉണ്ണീശോയെ കുമ്പിട്ട് ആരാധിച്ചു. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും മഠത്തിൽ സ്ഥലമില്ലേ? ഈ തൊഴുത്തിലാണോ പ്രാർത്ഥന? എന്റെ ഈശോയ്ക്ക് പിറക്കാൻ തൊഴുത്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആരും വാതിൽ തുറന്നു കൊടുത്തില്ല. എന്റെ ഹൃദയം ഞാൻ തുറന്നു കൊടുത്തു മദർ. മരിയൻ അപ്പറേഷൻസ്, അതിലും മാതാവിൻ്റെ ശബ്ദമാവുക എന്ന് പറയുന്നതൊക്കെ വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. എന്റെ കുഞ്ഞുമക്കളെ, ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ കരങ്ങൾ കൂപ്പി തന്നെ നിൽക്കുവിൻ. ആദ്യമായി ഈശോയെ സ്വീകരിച്ച അതേ ഓർമ്മകളുമായി എപ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഭക്തിയോടെ വരുവിൻ. അപ്പോൾ സ്നേഹമായി നിങ്ങളിൽ നിറയുന്ന ഈശോയോട് സംസാരിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. ആ സംഭാഷണം എൻ്റെ പുത്രൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഡയറി ഓഡിയോ രൂപത്തിലാക്കിയപ്പം ആ ഡയറി ഫുള്ള് വായിക്കാനുള്ളൊരു അവസരവും കൂടെ കിട്ടി. അപ്പം അതൊക്കെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ പേഴ്സണലി വലുതാണ് എന്ന് കരുതുന്ന വർക്കുകളാണ്. ചേച്ചി, കേരളത്തിൽ നിന്ന് 3 സ്ത്രീകളായ വിശുദ്ധരാണുള്ളത്. അൽഫോൻസാമ്മയുണ്ട്, ഏവുപ്രാസ്യാമ്മയുണ്ട്, മറിയം ത്രേസ്യാമ്മയുണ്ട്. ഈ 3 പേരുടെയും ടെലിഫിലിം, അതും ആ 3 പേർക്ക് വേണ്ടിയിട്ട്, ആ 3 വിശുദ്ധരെ നായികമാർ അവതരിപ്പിക്കുമ്പോൾ, TV-യിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തയാളാണ് ചേച്ചി. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് അൽഫോൻസാമ്മയുടെ സീരിയലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ കൗതുകത്തോടുകൂടി, നമ്മുടെ ഈ നാട്ടിൽ നിന്നൊരാൾ വിശുദ്ധയാവുകയാണ്. അപ്പോൾ വിശുദ്ധയെ പറ്റി അറിയാനുള്ള, കാരണം നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടെന്ന് ഉപരിയായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീരിയലായിട്ട് ആദ്യമായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ചേച്ചിയും എനിക്കൊന്ന് വളരെ ചെറിയ പ്രായത്തിലാണ് അൽഫോൻസാമ്മയുടെ സീരിയലൊക്കെ ഡബ് ചെയ്യുന്നത്. സിനിമ ഡബ് ചെയ്യുന്നതും സീരിയൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധയുടെ ജീവചരിത്രം ഡബ് ചെയ്യുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം സിനിമയിൽ കുറേയും കൂടെ ആ ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്, അവർക്ക് എന്താണ് വേണ്ടത്. പക്ഷേ ഇതിലൊരു ആത്മീയത ഉണ്ടല്ലോ,
ഇതിൽ അങ്ങനെ ഇത് വലിയ സക്സസ് ആകണം എന്നതിലുപരിയായിട്ട് ഈ വിശുദ്ധി എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമുക്കറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ശബ്ദം കൊടുക്കുമ്പോഴും ആ ഒരു വിശുദ്ധി ഉറപ്പായിട്ടും വരണം. അപ്പോൾ ആ വിശുദ്ധി അൽഫോൻസാമ്മയുടെ സീരിയൽ വന്നതുകൊണ്ടായിരിക്കുമല്ലോ ചേച്ചിന് ബാക്കി 2 സീരിയലുകളിലേക്കും വിളിച്ചത് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് കാലുപുള്ളി, അൽഫോൻസാം, ആ ഒരു രംഗമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ സീരിയലിൽ അത് കാണിക്കുന്നതൊക്കെ. അപ്പം 3 സീരിയലുകളിലും ഉള്ള ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? അതായത് നമ്മളെ ഈ ഒരു ആത്മീയത ശബ്ദത്തിൽ കൊണ്ടുവരാനായിട്ട് വിശുദ്ധ എഫ്രാസ്യമ്മയും വിശുദ്ധ മറിയന്ത്രേസ്യയും വിശുദ്ധ അൽഫോൻസാമ്മയൊക്കെ ശബ്ദത്തിൽ ജീവിച്ചയാളാണ് ചേച്ചി. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത് എന്നെ കുറച്ചുകൂടെ വിശദീകരിക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഓരോ അതിലെ സീൻസ് ഡബ് ചെയ്ത് പോകുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. നമുക്ക് കിട്ടിയ നന്മകളും പിന്നെ അതുപോലെ എത്രത്തോളം സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വിശുദ്ധരാവാൻ പറ്റുന്നതെന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയാണ്. പിന്നെ എൻ്റെ ശബ്ദം ഞാൻ ഇടയ്ക്ക് തന്നെ ആലോചിക്കും എങ്ങനെയാണ് ഈശോയെ ഇത് യൂസ് ചെയ്യുന്നത്. കാരണം മൂവീസിൽ നോക്കിയാൽ ഞാൻ ഏറ്റവും ബോൾഡായിട്ടുള്ള അല്ലെ തൻ്റെ ഇടികൾ അങ്ങനെ അല്ലെ ബോൾഡ് പോലീസ് ഓഫീസേഴ്സ്, ഒച്ചയെടുക്കുന്നവർ, സ്ട്രോങ് ക്യാരക്ടേഴ്സ്, ഇതിനൊക്കെയാണ് എന്നെ കൂടുതൽ വിളിക്കുന്നത്. നേരെ ഇപ്പുറത്തെ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ ശാന്തമായിട്ട് സംസാരിക്കുന്ന വിശുദ്ധർ അല്ലെ മാതാവ്. അപ്പോൾ അങ്ങനെയൊക്കെ ഡബ് ചെയ്യാൻ മൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ പറയാം, എൻ്റെ അമ്മേ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഇത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഒന്ന് കൂടെ ഇരിക്കണേ. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. അതപ്പം എൻ്റെ അമ്മച്ചി എനിക്ക് കുഞ്ഞിലേ പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഇപ്പം ഒരു 2.5 വയസ്സിൽ എൻ്റെ ഒരു കലാജീവിതം തുടങ്ങിയെന്ന് പറയാം, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ്. അപ്പം അമ്മ അന്ന് മുതൽ പറഞ്ഞു തന്നിട്ടുണ്ട്, മോനെ ഈശോയും മാതാവും അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഔസേപ്പിതാവ്. അപ്പോൾ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് തൊഴിൽ മേഖലയിൽ യാതൊരു പ്രതിസന്ധികളും ഇതുവരെ നേരിട്ടിട്ടില്ല. അപ്പം ആ ഒരു പ്രാർത്ഥന ഇന്നും ലൈഫിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പം അത് അമ്മച്ചി പറഞ്ഞു തന്നത് ഇപ്പോഴും അതെല്ലാം ഓർമ്മിപ്പിക്കുന്നവരാണ് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അച്ചാച്ചനും മമ്മിയാണെങ്കിലും എല്ലാ കാര്യത്തിലും. ഇപ്പം ഇവിടെ വരുന്ന ആ സമയം പോലും മോനെ പ്രാർത്ഥിച്ചും ഒരുങ്ങിയും പോകണം എന്നാണ് എല്ലാ വർക്കിനും പറഞ്ഞിരുന്നത്. അപ്പം പിന്നെ എന്താ, ഇത് എൻ്റെ കഴിവ് കൊണ്ട് ചെയ്യുന്നതല്ലല്ലോ, അപ്പം അത് ഫുള്ളി നമ്മൾ വിട്ടുകൊടുത്തേക്കുക. അപ്പം ആ ഒരു ഗ്രേസ് ആയിരിക്കാം ആ ടെലിഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പം ഞാൻ പിന്നെ അത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് ആയിരിക്കാം അതിലൂടെ കൺവേ ആവുന്നത്. ചിലപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. ഉറപ്പായിട്ടും. കാരണം ഈ 3 സീരിയലുകളിലും വളരെ ഒതുക്കത്തോട് കൂടിയിട്ട് ഒരിക്കലും ഈ 3 പേര് ഷൗട്ട് ചെയ്യുന്നതായിട്ടോ അല്ല ഒച്ചപ്പാടെടുക്കുന്നതായിട്ടൊന്നും ഒരു രംഗത്തും നമ്മൾ കാണുന്നില്ല. പക്ഷെ വളരെ ഒതുക്കത്തോട് കൂടിയിട്ട് ഈ ഡൈവേഴ്സിറ്റി സിനിമയിൽ ചെയ്യുന്ന വളരെ തൻ്റെ ഇടമുള്ള ക്യാരക്ടറിൽ നിന്ന് വളരെ ഒതുക്കമുള്ള ക്യാരക്ടറിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു തമ്പുരാൻ്റെ ഇടപെടലുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ചേച്ചി ഒത്തിരി സിനിമകളൊക്കെ ചെയ്തു. അപ്പം എപ്പോഴാണ് ചേച്ചിക്ക് ഇത് എൻ്റെ ഒരു പ്രൊഫഷനാണ്, ഓക്കെ ഇതിലങ്ങ് കണ്ടിന്യൂ ചെയ്തേക്കാം എന്ന് പറയാനായിട്ട് സാധിച്ചത്, അത് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കാൻ സാധിച്ചത്? അപ്പം ഞാനൊരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രൊഫഷനൊക്കെ എടുക്കുമ്പം എന്ത് തന്നെ വന്നാലും ഇതൊരു സിനിമാ മേഖലയാണ്. പുറമേ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പം ഇവിടെ ഒത്തിരി കോമ്പറ്റീഷനുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി വെല്ലുവിളികളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രൊഫഷൻ ചൂസ് ചെയ്തപ്പം അവിടെ എങ്ങനെയാണ് ഈശോയോട് ചേർന്ന് തന്നെ അങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്നത്? ഒരിക്കലും ഇതൊരു തൊഴിലായിട്ട് തോന്നിയിട്ടില്ല. കാരണം 8 വയസ്സ് തുടങ്ങി ചെയ്തു പോകുന്നതുകൊണ്ട് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഡബ്ബിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് പോകുമ്പോൾ തന്നെ രാത്രി വരെ ഡബ് ചെയ്തിട്ടാണ്, പിന്നെ പഠിക്കാൻ പോലും നേരം ഉണ്ടാവില്ല ചിലപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് വെളുപ്പിനൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്നത്, SSLC ഒക്കെ. അപ്പം അങ്ങനെ ഒരു എന്താ പറയണ്ടേ, സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ പഠിക്കുകയും വർക്കും ഒന്നിച്ച് പോകുന്നതുകൊണ്ട് ഒരിക്കലും ഇതൊരു പ്രൊഫഷൻ ഇതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇതെൻ്റെ ഒരു ഭാഗമാണെന്നേ ഓർത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ആവണം എന്ന് ആഗ്രഹിച്ചതും വേറൊരു മേഖലയാണ്, ആർക്കിടെക്റ്റ് ആവണം എന്നൊക്കെയായിരുന്നു ഇഷ്ടം. പക്ഷേ ഈശോ തിരിച്ച് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഞാൻ നിൽക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിൽ നിന്നൊക്കെ മാറി ഒരു ഡിഗ്രി, ഒരു അഡ്വർടൈസിങ് ഡിഗ്രി ഒക്കെ എടുത്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അത് റിലേറ്റഡ് തന്നെ ഒരു PG ചെയ്യുന്നു. പണ്ടൊക്കെ ഈ സീരിയലിലൊക്കെ വന്ന് തുടങ്ങിയ സമയത്തെ അപ്പം അന്നത്തെ മേഖലയിൽ ഇത്രയൊരു ഓപ്പൺനെസ് ഇല്ല. ഫിലിം മേഖല എന്ന് പറയുമ്പോൾ തന്നെ സീരിയലിൽ അഭിനയിക്കുന്ന കുട്ടി എന്തൊരു നെഗറ്റീവോടെ നോക്കുന്ന അല്ലെ അങ്ങനത്തെ ഒരു സമൂഹം ഉണ്ടല്ലോ. അപ്പോഴും ഇച്ചിരി വലുതായി ഒരു ടീനേജ് പ്രായമൊക്കെ ആയപ്പോഴും ആ കൊച്ച് സീരിയലിലൊക്കെ ഉള്ളതാ എന്നല്ലേ, ഡബ്ബിംഗ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ കസിൻസൊക്കെ ചോദിക്കുമ്പോഴും എന്തോ ഒരു നെഗറ്റിവിറ്റി അവരതിൽ കാണുന്നുണ്ടോ. പക്ഷെ ഞാനതൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അന്ന് മുതലേ മനസ്സിലൊരാഗ്രഹമുണ്ട്, ഈശോയെ എവിടെ നിന്നാലും എനിക്ക് അതിൽ നന്മയിൽ നിൽക്കാൻ പറ്റുമെന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു
സിനിമാ മേഖലയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയതയ്ക്ക് കുറവ് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയാണെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഈശോയെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. അങ്ങനെ ബൈബിളിലൊരു വാക്യമുണ്ട്, കോട്ടിങ് ഓർമ്മയില്ലെങ്കിലും, ദൈവത്തിന്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളുന്നൊരു വാക്യമുണ്ട്. കാരണം ഞാൻ ഓർത്തത് ആർക്കിടെക്റ്റ് ആകാൻ പോയ ആളാണ് ഇപ്പൊ ഡബിങ് ആർട്ടിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് എന്നാൽ നമുക്കൊട്ടും പ്ലാൻ ഇല്ലാത്ത രീതിയിൽ തമ്പുരാൻ കൊണ്ട് നടത്തിയ അനുഭവങ്ങളൊക്കെ ചേച്ചി ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ, ഈ വിശുദ്ധർക്ക് ഡബ് ചെയ്തപ്പം എൻ്റെ ഡബ്ബിംഗ് ആയിരുന്നു എൻ്റെ മേഖല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു പോയിന്റ് ഞാൻ പറയാം. ഫൗസ്റ്റിനാമ്മയുടെ ഡയറി ഫുള്ള് കേട്ടൊരു അക്രൈസ്തവനായ ഒരു ഫ്രണ്ട്, ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പോൾ അത് ഫുള്ളിരുന്ന് കേട്ട് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മൂവീസ് കേട്ടിട്ടാണ് എന്നെ വിളിക്കാനല്ലേ പരിചയപ്പെട്ടത്, അതിൽ ശക്തമായിട്ട് നിരൂപണം നടത്തുന്ന ഒരാളുമാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഏഞ്ചൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയത് ഇത് ചെയ്യാനായിരുന്നു എന്ന് പറഞ്ഞതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരം. അപ്പോഴാണ് ഈശോയെ ഇതിനു വേണ്ടിയായിരുന്നു നീ എല്ലാം ഇതുവരെ നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞത്. കാരണം ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തൊഴിൽ തീർച്ചയായിട്ടും ആൾക്കാരെ ഒന്ന് ആസ്വദിപ്പിക്കുക, ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയാണ്. പക്ഷെ അവിടെ പോലും തമ്പുരാൻ വളരെ മനോഹരമായിട്ട് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, അയാൾക്ക് എന്തെങ്കിലും ഒരു നന്മ കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ കേട്ടിട്ടുണ്ട് ചേച്ചി, എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡെലിവറി ആയിരിക്കുമ്പോഴാണ് ഒരു സിനിമ വിളിച്ച് അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അത് ഡബ് ചെയ്ത ആൾക്ക് അവാർഡ് കിട്ടി. പക്ഷെ അത് കഴിഞ്ഞ വർഷം ചേച്ചിക്ക് ഒരു അവാർഡ് കിട്ടി. അങ്ങനെ നമ്മളിങ്ങനെ ആൾക്കാർ ചിന്തിക്കുമ്പോൾ കോയിൻസിഡൻസ് എന്നൊക്കെ ചിലപ്പോൾ പറയാം. ആ ഒരു അവാർഡ് കിട്ടി എന്നുള്ളതില് ജസ്റ്റ് നമുക്ക് മാനസികമായിട്ട് വരുന്നൊരു ചിന്തയാണോ, അത് ചെയ്തിരുന്നെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴും അറിയാം, ഉള്ളിൽ പറയുന്നുണ്ട് തമ്പുരാൻ ആ സമയത്ത് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും, അത് എങ്ങനെയെങ്കിലും വന്നിരിക്കും. തൊട്ടടുത്ത വർഷമാണ് അത് ഏറ്റവും വലിയ സന്തോഷം. മറിയം ത്രേസ്യാമ്മ ചെയ്യുമ്പം മോൻ ഉദരത്തിലുണ്ട്, അവനെയും കൊണ്ടാണ് അവാർഡ് മേടിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും ഈശോ കാണുന്നുണ്ട്. നമ്മൾ വലിയ ഡിമാൻഡിങ് ഒന്നും ആവാതിരുന്നാൽ മതി ലൈഫിൽ, അത്രേ തോന്നിയിട്ടുള്ളൂ. നമ്മൾ ഈ നീഡ് പറഞ്ഞ് ഈശോയെ ഇങ്ങനെ പുറകെ നടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ചേർന്ന് ആഗ്രഹങ്ങൾ പുള്ളിക്ക് അറിയാലോ. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തി തരും എന്നുള്ളൊരു എക്സ്പീരിയൻസാണ് ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും ഉള്ളത് ഇതുവരെ. ചേച്ചി മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്, 2 കുട്ടികളുള്ള ഒരാളാണ്. പക്ഷേ ഈ പ്രൊഫഷൻ ഒത്തിരി കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതേസമയം നല്ലൊരു പ്രയർ ലൈഫും ഉണ്ട്. എങ്ങനെയാണ് പ്രത്യേകിച്ച് ചേട്ടൻ, ഹസ്ബൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, നന്നായി പ്രാർത്ഥിക്കുവാനും ഒപ്പം നന്നായി ജോലി ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് പറയാം? ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോകുന്ന ഒരു സാധാരണ കാത്തലിക് കുട്ടി എന്ന് വേണേൽ പറയാം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഫോർമേഷൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ മനുഷ്യരിലും നന്മയുണ്ട്. അയാളെ എന്ത് മോശമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്താലും അയാളിൽ എവിടെയോ ഒരു നന്മയുണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ ചിലപ്പം ബേസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ പോലും 2 പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന പഠിപ്പിക്കുന്ന ഒരാളാണ് ഹസ്ബൻഡ്. അതുപോലെ തന്നെ അച്ചാച്ചനും മമ്മിയൊക്കെ പരിശുദ്ധാത്മാവിനെയൊക്കെ കൂടുതൽ പരിചയപ്പെടുത്തി തന്നത് കിഷോറിൻ്റെ മമ്മിയാണ്. ഇപ്പം ഞാൻ പഠിക്കുമായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കുന്നുണ്ടായിരുന്നു, PG ഒക്കെ ചെയ്തത് കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് പരീക്ഷയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. കാരണം മമ്മി പറയും, മോനെ നീ പഠിച്ചിട്ടുണ്ടാവാം, പക്ഷെ നിന്റെ ആ ഒരു എല്ലാം ഈശോയിൽ സമർപ്പിച്ചിട്ടല്ലേ, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച് വേണം പോകാൻ. അപ്പം അത് വലിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് റാങ്ക് കിട്ടണം എന്നൊക്കെ 10ലൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടിയത് കല്യാണം കഴിഞ്ഞ് PGക്കാണെന്നേ ഉള്ളൂ, ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ അതും എൻ്റെ മഹത്വം കൊണ്ടല്ല, ഈശോൻ്റെ ഒരു വലിയൊരു മിറക്കിളായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം. ചേച്ചി ഇങ്ങനെ പറയുമ്പം ആലോചിക്കുന്നതേ, എത്ര മനോഹരമായിട്ടല്ലേ ദൈവം നമ്മളിങ്ങനെ കൊണ്ടു നടന്നത്, നമ്മൾ പോലും അറിയില്ലാത്ത വഴി കൂടെ. നമ്മൾ തമ്പുരാനായിട്ട് യെസ് പറയുമ്പോഴേക്കും ബാക്കി തമ്പുരാൻ ഇങ്ങനെ കൃത്യമായിട്ട് കൃത്യസമയത്ത് ഇങ്ങനെ കൊണ്ടു നടത്തുകയാണ് അല്ലേ. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളുടെ അടുത്തൊരു നിത്യാരാധന ചാപ്പലുണ്ട്. ഞങ്ങൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ കൂടെ കുറേ സമയം ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എങ്ങനെയാണ് ദിവ്യകാരുണ്യം, കുർബാനയൊക്കെ ചേച്ചീനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ഒന്ന് നമ്മളെ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാമോ? വിശുദ്ധ കുർബാന എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ള കാര്യം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു 2ാമത്തെ വലിയ നോമ്പിൻ്റെ സമയത്ത് മുടങ്ങാതെ 50 ദിവസം ദിവ്യബലിക്ക് പോവാം. അതുവരെ ഞായറാഴ്ച ദിവസങ്ങളാണ്. മുടങ്ങാതെ ദിവ്യബലിക്ക് പോവാമെന്ന് തീരുമാനമെടുത്ത് പോയി തുടങ്ങുന്നു. പക്ഷെ അത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ഇന്ന് വരെ ഇപ്പം എനിക്ക് തോന്നുന്നു 8-9 വർഷമാകുന്നു, ഇതുവരെ ദിവ്യബലി മുടങ്ങിയിട്ടില്ല. അപ്പം അതെന്തുകൊണ്ടാണ് ദിവ്യബലിയുടെ വില അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കോവിഡ് ലോക്ക്ഡൗൺ വന്നപ്പോഴാണ്. കുറച്ചധികം ദിവസം വരെ കോവിഡ് വന്ന് തുടങ്ങിയിട്ടും കുറച്ച് ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുർബാന കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് കുർബാന അടുത്ത ദിവസം മുതൽ ഇല്ല എന്ന് നമുക്ക് അറിയുന്ന ഒരു ദിവസം, ലാസ്റ്റ് കുർബാന പോയി കൂടുവാണ്. അപ്പം അന്ന് നമുക്ക് കോവിഡ് എന്താണെന്നും എന്താണ് ഇനി വരാൻ പോകുന്നതെന്നും ഒന്നും അറിയാത്തൊരു ദിവസം, അവസാനത്തെ ഇനി ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ശരിക്കും ചങ്കിത്തട്ടി അല്ലെ കണ്ണ് നിറഞ്ഞ് പറഞ്ഞു പോയൊരു സിറ്റുവേഷനാണ്. അപ്പം അന്നാണ് വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ ഇത്രയും വർഷം ഞാൻ മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്ന വിശുദ്ധ കുർബാനയുടെ മഹത്വം തിരിച്ചറിഞ്ഞത്. ചിലപ്പോൾ നമുക്ക് വേണേൽ ഒരു ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാൻ പറ്റുന്ന സമയത്തായിരിക്കാം കുർബാനയ്ക്ക് പോകുന്നത്, അത് ഒഴിവാക്കിയിട്ട് കുർബാനയ്ക്ക് പോകുന്നത്. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ ദിവസവും ബലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ദൈവം അല്ലാതെയും പ്രാർത്ഥനയൊക്കെ കേൾക്കില്ലേ? ഞങ്ങൾക്ക് ദിവ്യബലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താങ്ക് യു പറയാൻ പോകുന്ന ഈശോയോട്. കാരണം ഓരോ നിമിഷവും നടത്തിക്കൊണ്ട് പോകുന്നതിന് വളരെ രസകരമായിട്ട് ഓരോ ദിവസം പ്ലാൻ ചെയ്ത്, ഞങ്ങളല്ല കേട്ടോ, വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് പോകും, അത് തകിടം മറിഞ്ഞ് വേറെ രീതിയിൽ വരും. പക്ഷെ അന്ന് ഫൈനലി ഞങ്ങൾ ഉറങ്ങാൻ നേരത്തെ ചിന്തിക്കുമ്പോഴാണ് അതുവരെയുള്ള കാര്യങ്ങൾ എത്ര രസമായിട്ട് പോയി എന്നുള്ള തിരിച്ചറിയുന്നത്. അപ്പം അതിനൊക്കെ നന്ദി പറയാൻ വേണ്ടി പോകുന്നതാണ് ഓരോ ബലിയിലും. ഇപ്പം ഞങ്ങളുടെ മൂത്ത ആളൊക്കെ ഭയങ്കര ഓട്ടത്തിൻ്റെ ആളായിരുന്നു. പള്ളിയിൽ പോയാൽ നമുക്ക് ഇരുന്ന് കുർബാന കൂടാൻ നേരമില്ല. അപ്പോഴും കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ബലിക്ക് പോകുന്നത് നിർത്തി, കാരണം കൊച്ചുങ്ങളെയും കൊണ്ട് നമുക്കും ഡിസ്ട്രാക്ഷനാണ്, അവിടെ കൂടിയിരിക്കുന്നവർക്കും ഡിസ്ട്രാക്ഷനാണ്. അപ്പം ഞങ്ങൾ ദിവ്യബലി മുടക്കിയില്ല, കാരണം അവനെ തന്നത് ഈശോയല്ലേ. അപ്പം അവൻ കാരണം നമ്മുടെ ദിവ്യബലി മുടക്കുമ്പം എന്തിനാ അങ്ങനെ ഒരു റീസൺ പറയുന്നത്. അപ്പം മാക്സിമം ദിവ്യബലി മുടക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ ഓരോ അനുഗ്രഹവും ലൈഫിൽ ഓരോ നിമിഷവും അനുഭവിച്ചിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ ഒരു 8-9 വർഷമായിട്ട്, കണക്കൂട്ടുമ്പോൾ എത്ര ദിവസമെന്ന് പോലും ഓർമ്മ കിട്ടുന്നില്ല, അത്രയും വർഷമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പം ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും വളരെ അത്ഭുതകരമായി കുർബാന കാണാൻ പറ്റിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഉറപ്പായിട്ടും. കാരണം നമ്മളിങ്ങനെ അയ്യോ ഇന്ന് കുർബാന കാണാൻ പറ്റില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ലോജിക്കൊന്നും ചിന്തിച്ചാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ കുർബാന കാണാൻ പറ്റിയ അവസരങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ കോവിഡ് വരുന്നതിന് മുന്നത്തെ, കോവിഡ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും അല്ലെ അച്ഛനും മാത്രമായിട്ട് നിന്ന് കുർബാനയൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കൽ പോലും നമുക്ക് പങ്കെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചൊരു കുർബാനയില്ല. അതിന് മുന്നത്തെ എക്സ്പീരിയൻസ് പറയാം. നമ്മൾ ഈ ടൂറും പിക്നിക്കും ഒക്കെ പോകുമല്ലോ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക, ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ആദ്യം കണ്ടുപിടിക്കുക ഇവിടെ അടുത്തുള്ള പള്ളി ഏതാണ്, അവിടുത്തെ കുർബാന സമയം എപ്പോഴാണ്. അപ്പോൾ അതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യത്തുള്ളൂ. അപ്പം ചിലപ്പോഴൊക്കെ നമ്മളുടെ കൂടെ ഉള്ളവർ ചിലപ്പം ഈശ്വരനെ വിശ്വസിക്കുന്ന ആളുകൾ പോലും ആയിരിക്കില്ല, പക്ഷെ അവർ പോലും നമ്മളുടെ കൂടെ ചേർന്ന് ദിവ്യബലി പങ്കെടുക്കുമല്ല, പക്ഷെ നമ്മളുടെ ഒപ്പം വന്ന് അതിന് സപ്പോർട്ട് ചെയ്ത് വന്ന് നിൽക്കുന്നത് കാണുമ്പം. അതുപോലെ ഒരു ദിവസം ഞങ്ങൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരിക. അന്ന് രാവിലത്തെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല, വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ വരുന്നത്, സമയം കഴിഞ്ഞു പോവാറായി. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു പള്ളി നോക്കുന്നുണ്ട്, പക്ഷെ ആ പള്ളി ചെല്ലുമ്പം ആ പള്ളിയിൽ കുർബാനയില്ല. അപ്പം ഇന്നത്തെ ബലി പോയി എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് ബൈപ്പാസ് ഭാഗത്ത് ഒരു കുഞ്ഞു പെരിശുപള്ളിയിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കണു. ഞങ്ങൾ വണ്ടി നിർത്തുമ്പോൾ കറക്റ്റ് ദിവ്യബലി തുടങ്ങുകയാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പം ഈശോ അത് വളരെ രസമായിട്ട് ക്രമീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദിവ്യബലി മുടങ്ങിയ സന്ദർഭങ്ങളുണ്ട് കേട്ടോ. നമുക്കിപ്പം ഡെലിവറി ടൈമിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കോമഡി പറയുകയാണെങ്കിൽ കിഷോറേട്ടന് ഡെങ്കിപ്പനി വന്നപ്പോൾ പോലും കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം അത് ഇച്ചിരി ക്രൂരതയായി പോലെ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ പോലും നമ്മളത് ഒഴിവാക്കാൻ നോക്കുന്നില്ല. ചേച്ചി പറഞ്ഞത് തന്നെയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതാ പറഞ്ഞത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളൊരു പുസ്തകം വായിക്കുന്ന പോലെ വേണമെങ്കിൽ അത്രയും ക്യൂരിയോസിറ്റി ഒക്കെ ജനിപ്പിക്കുന്ന രീതിയിലാണ് ചില സമയത്തൊക്കെ നമുക്ക് തമ്പുരാൻ കുർബാന കൊണ്ട് തരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചേച്ചി ഇങ്ങനെ ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ ഒരുപക്ഷെ ചേച്ചിയുടെ ഈ തൊഴിൽ മേഖലയിലൊക്കെ ഈശോ ഇങ്ങനെ കൈപിടിച്ച് നടത്തിയ അനുഭവം ഉണ്ടായിരിക്കാം. അതായത് വളരെ ചേച്ചി ഒരുപക്ഷെ ഡൗൺ ആയി പോകുന്ന ഒരു സന്ദർഭങ്ങളിൽ, ഇതൊന്നും ഞാൻ ആലോചിച്ച ചോദ്യങ്ങളൊന്നും അല്ല കേട്ടോ, സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച ചില സ്ഥലങ്ങളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തമ്പുരാൻ കൃത്യമായിട്ട് ഇടപെടുകയും തമ്പുരാൻ നമ്മളെ കൊണ്ടു നടത്തുകയും ചെയ്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയാം. ഈ ശബ്ദം പോയ അവസ്ഥയിൽ ഡബ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എൻ്റെ അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആനിവേഴ്സറിക്കൊക്കെ കൂവി ശബ്ദം പോയി. അപ്പം ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ശബ്ദം വരുന്നില്ല. അപ്പോഴാണ് പയ്യെ ഓക്കെ ഇത് വരുന്നില്ലല്ലോ, അപ്പോഴാണ് വർക്കുകൾ കുറേ മിസ്സാവുന്നു, അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാൻ തുടങ്ങി. ഈശോയെ ഞാൻ ചെയ്തൊരു തെറ്റ് കാരണമാണല്ലോ വെച്ചാൽ വേണ്ടാധീനം കൊണ്ട് സംഭവിച്ചൊരു കാര്യം. പക്ഷെ ആ സമയത്ത് ഒരു കോള് വരുന്നു, ഏഞ്ചലെ ഒരു വർക്കിന് വരണം. ഞാൻ പറഞ്ഞു ചേട്ടാ ശബ്ദമില്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. സാരല്ല ഒന്ന് വന്ന് നോക്കും. അപ്പം ഞാൻ പറയുന്നുണ്ടില്ല, വന്നിട്ടും കാര്യം ഉണ്ടാവില്ല. പോയി അവിടെ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പം മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് ആദ്യമായിട്ട് ഒച്ചയില്ലാതെ ഒരു എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. അപ്പോൾ അവർ പറഞ്ഞു സാരില്ല, ഏഞ്ചല ഡയലോഗ് പറഞ്ഞോ. അങ്ങനെ ഒരു 3-4 തവണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പയ്യെ ശബ്ദം ഇച്ചിരി വരാൻ തുടങ്ങി. ഇത്തിരി അടഞ്ഞ ശബ്ദമാണെങ്കിൽ പോലും
ആ വർക്കിന് അവരത് യൂസ് ചെയ്തു. അതുപോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ്, ഇതുപോലെ നല്ല ജലദോഷമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരു വർക്ക് ചെയ്യുന്നു. ആ വർക്ക് കേട്ടിട്ട് പിന്നെ കുറേ ആൾക്കാർ ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജലദോഷം ആക്കി പോയി ഡബ് ചെയ്യുന്നു. അപ്പോഴും എൻ്റെ ഒറിജിനൽ വോയിസിന്റെ മഹത്വം അല്ലല്ലോ, ഈശോ എങ്ങനെയൊക്കെയോ ഓരോ സമയത്തും കുറവുള്ള സമയത്തും നമ്മളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കുറേ സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. വീണ്ടും ബൈബിളാണ് ഓർമ്മ, നിനക്ക് എന്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയൊക്കെ ഈശോ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ചേച്ചിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മാതാവിനെ പറ്റിയാണ്. ചേച്ചി പറഞ്ഞു വരുന്നതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ അമ്മമാരെ പറ്റി, പ്രത്യേകിച്ച് ഹസ്ബൻഡിന്റെ അമ്മയെ, സ്വന്തം അമ്മേനെ പറ്റിയൊക്കെ പറഞ്ഞു. ആ അമ്മേനെ പറ്റി ചോദിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ എങ്ങനെയാണ് കൂട്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു സാന്നിധ്യമൊക്കെ എപ്പോഴെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? പരിശുദ്ധ അമ്മയോട് ഞാൻ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ ഞാൻ ഒരു നീതിയും കാണിക്കുന്നില്ലല്ലോ. കാരണം ഞാൻ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല. അപ്പം ഞാൻ എല്ലാ കാര്യത്തിനും അമ്മ കൂടെ നിൽക്കണേന്ന് പറയുന്നുള്ളൂ, അല്ലാതെ ജപമാല ഒത്തിരി സമയം ചൊല്ലുന്ന ഒരാളും ഒന്നുമല്ല. ചിലപ്പം ദിവസമുള്ള കുടുംബ പ്രാർത്ഥനയ്ക്ക് മാത്രം ഒരു ജപമാല ചൊല്ലത്തേ ഉള്ളൂ. എങ്കിൽ പോലും പരിശുദ്ധ അമ്മ പറയുന്ന പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, അതെപ്പോഴും എല്ലാ കാര്യങ്ങളിലും പറയുന്നതാണ്. അപ്പം ഈ ആദ്യത്തെ ഡെലിവറിയുടെ സമയത്തൊക്കെ നോർമലാണല്ലോ, പൊതുവെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു നോർമൽ ഡെലിവറി. അപ്പം ഞാനും വളരെ പ്രതീക്ഷയോടെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു 15 മിനിറ്റിന് മുൻപ് വന്ന് പറയാണ് സിസേറിയൻ ചെയ്യാൻ പോവാന്ന്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഒരു തകർച്ച പോലെ, ഒരു വിഷമം, അയ്യോ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, വേറെ കുഴപ്പങ്ങളില്ല, അസുഖങ്ങളില്ല, എന്നിട്ടും അങ്ങനെ ഒരു തീരുമാനം. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ഇതിലൊരു പദ്ധതിയുണ്ട്. അപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്നാണ് എല്ലാ സമയങ്ങളിലും പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പം പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പം ആദ്യം ആ വാക്കാണ് ഓർമ്മ വരുന്നത്. ഇപ്പം ഞങ്ങൾ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കാൽപ്പാടുകൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരുടെ ഒരു 2-3 മാസത്തെയൊക്കെ രണ്ടുപേരുടെ. അപ്പം അതിലൊരു വചനം എഴുതി വെക്കും. അപ്പം രണ്ടാമത്തെ മോൾഡയിൽ വചനം ഞാൻ അതാണ് എഴുതിയേക്കുന്നത്. ലൂക്ക് ചാപ്റ്റർ 1:38 ആണ്, ബിഹോൾഡ് ദ ലാൻഡ് മെയ്ഡ് ഓഫ് ദ ഗോഡ് എന്നുള്ളതാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അപ്പം അത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വചനമാണ്. ചേച്ചി ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പം നമുക്കറിയാം, പുറമേ നോക്കുമ്പോഴേക്കും വളരെ ആഷ്പോഷായിട്ടുള്ള, വളരെ എന്താ പറയുന്നത്, സൗന്ദര്യമുള്ളൊരു ഇൻഡസ്ട്രിയാണിത്. ഇവിടെ കാശുകാരായിട്ടുള്ളവരാണെന്നും സന്തോഷമുള്ളവരായിട്ടാണെന്നും ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നവരാണെന്നൊക്കെയാണ് പുറമേ എന്നുള്ള ചിന്ത. പക്ഷേ ഇതിന് ഒത്തിരി കോൺഫ്ലിക്ട്സും അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രെയർ ലൈഫിനോ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ, ഒരു ഫാമിലി ലൈഫിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രി നിന്നുകൊണ്ട് തന്നെ ചേച്ചിക്ക് എങ്ങനെയാണ് ഒരു സന്തോഷം കണ്ടെത്താൻ, അത് പുറമേ ചിരിച്ച് കാണിക്കുന്ന സന്തോഷമല്ല, പക്ഷെ ഉള്ളിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നൊന്ന് പറയാമോ? ഇപ്പം പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നമ്മൾ ഏത് മേഖലയുടെയും ദൂഷ്യവശങ്ങളാണല്ലോ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അത് തന്നെയാണ് സിനിമയ്ക്കും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഇത്രയും വർഷമായിട്ട് കാണുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ വളരെ മനോഹരമായിട്ട് ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഈ ഗ്ലാമറോ, നമ്മളുടെ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എങ്ങനെയാണോ അവർ അതുപോലെ തന്നെ അവരും താമസിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ. ഈ എന്താ പറയുന്നത്, നമ്മളെപ്പോഴും ഈ കുറേ ധാരണകൾ വെച്ചിട്ട് അല്ലെങ്കിൽ കുറേ പേരെ അനുകരിക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം വേണ്ടത് ഒരു ഇന്നർ പീസ് ആൻഡ് ഇന്നർ ഹാപ്പിനെസ്. നമുക്ക് എന്താ വേണ്ടതെന്ന് ആദ്യം ഒരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിൻ്റെയും പിറകെ പോകത്തില്ല. മറ്റുള്ളവരെ പോലെ ആവണം എന്നൊക്കെ ചിന്തിക്കാതിരുന്നാൽ മതി. ഉള്ളതിൽ സംതൃപ്തരായിട്ടൊക്കെ എന്ന് പറഞ്ഞ് നല്ല കാറ് മേടിക്കേണ്ടെന്നോ ഒന്നുമല്ല. ഇഷ്ടമുള്ളതൊക്കെ ദൈവം തമ്പുരാൻ അനുവദിക്കുന്നതാണെങ്കിൽ, അല്ല ആവശ്യമുള്ളതാണെങ്കിൽ മേടിക്കുകയും എല്ലാം വേണം. അപ്പം എല്ലാം തമ്പുരാനോട് ചേർന്ന് ആലോചിച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ ഏത് മേഖലയിലും നമുക്ക് നിൽക്കാൻ പറ്റും. യാതൊരു തടസ്സമില്ല. അങ്ങനെയായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യത്തില്ലല്ലോ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളായിരിക്കുന്നല്ല, നമ്മുടെ വാല്യൂസിനെ മുറുകെ പിടിച്ച് നിന്നാൽ മതി. ഇപ്പം ഈ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യവും കൂടെ ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാനത് ഓവർകം ചെയ്യും എന്നുള്ളൊരു വിൽ പവർ നമുക്ക് വേണം. അപ്പം കിഷോറേട്ടൻ എപ്പോഴും എനിക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ മരണങ്ങളൊക്കെ കുറേ കേട്ട് കഴിയുമ്പോൾ ഞാൻ അയ്യോ മരിച്ചുപോയാൽ, അല്ലെങ്കിൽ കിഷോറേട്ടൻ മരിച്ചു പോയാൽ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക, ഒരു ഡിസ്കഷനൊക്കെ വരും. അപ്പോൾ എന്നോട് പറയും, വ്യക്തിയിൽ ആശ്രയിക്കാതിരിക്കുക. ഈ ഒരു വ്യക്തിയല്ല നമ്മുടെ എല്ലാം എന്ന് വിചാരിക്കാതിരിക്കുക. അത് തന്നെയാണ് നമ്മുടെ പ്രൊഫഷണലാണെങ്കിലും എൻ്റെ സമപ്രായക്കാരോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞനിയന്മാരോട് അനിയത്തിമാരോടൊക്കെ ഇപ്പോൾ കുറേ പേര് ഈ ഡിപ്രഷനിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഇപ്പോൾ എൻ്റെ കയ്യിലല്ല. ഇതിപ്പോൾ കുറേ കേൾക്കാൻ തുടങ്ങി, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒക്കെ കേൾക്കുന്നതാണ്, എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിലല്ല. പിന്നെ നിങ്ങളുടെ മൈൻഡ് ആരുടെ കയ്യില്ല? അപ്പോൾ ആ മൈൻഡ് ഈശോന്റെ കയ്യിൽ വെറുതെ ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് ഈ ആത്മഹത്യാ പ്രവണതയും ഡിപ്രഷനും കുറേയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും ചേച്ചി ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ച കാര്യം ഇത്രേ ഉള്ളൂ.
നമ്മൾ ഏത് മേഖലയിലായിരുന്നാലും അതെവിടെയായിരുന്നാലും ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്താലും നമ്മളൊന്ന് തമ്പുരാൻ്റെ ചേർന്ന് നിൽക്കുമ്പം നമ്മളൊരു തമ്പുരാന് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് തമ്പുരാന് കൊടുക്കുമ്പം വളരെ സന്തോഷം ഉള്ളിൽ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഈ ഗ്ലാമർ അല്ലെങ്കിൽ ഫാഷന്റെ കാര്യം പറയുമ്പം അഭിനയിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ലുക്കും ഔട്ട്ലുക്ക് എല്ലാം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അവരുടെ ഒരു കരിയറിൻ്റെ ആവശ്യമാണ്. ഇപ്പം എൻ്റെ കരിയർ ശബ്ദം മാത്രമാണ്, അവിടെ ഞാൻ ഇതൊന്നും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഓരോ കരിയറിനും ഓരോ ഡിമാൻഡിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ നമ്മളൊന്നും പറയാറായിട്ടില്ല എന്ന്. അങ്ങനെ പക്ഷേ ചേച്ചിയുടെ പ്രൊഫഷൻ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് ഈശോയോട് ചേർന്ന് നിന്ന് ആ സന്തോഷം ഇപ്പോഴും അനുഭവിക്കുന്ന ആളാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ പുതിയ പ്രൊജക്ട്സ്, ഒത്തിരി സിനിമകളൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പോൾ അതിനെ പറ്റിയും കൂടി ഒന്ന് പറയാമോ? പുതിയതിപ്പം കുറുപ്പ് എന്നുള്ള മൂവിയുണ്ട്, ദുൽഖർ സൽമാൻ്റെ ഹീറോയിനാണ്. പിന്നെ കിങ് ഫിഷ് അനൂപ് മേനോൻ്റെ ഒരു മൂവി വരുന്നുണ്ട്. ആറാട്ടുണ്ട്, ലാൽ സാറും ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ, അതിൽ ഹീറോയിൻ വോയിസ്. കോൾഡ് കേസ് എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് തനു ബാലക് ടീമിൻ്റെ, അതിലും അതിഥി ബാലൻ എന്ന് പറഞ്ഞ ഹീറോയിനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു മൂവി വരുന്നുണ്ട്, മിനി IG എന്ന് പറഞ്ഞ കാലിക പ്രസക്തമായ സബ്ജക്റ്റൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയതായിട്ട് റിലീസ് ചെയ്യാനുള്ള മൂവീസ്. ചേച്ചി ഒത്തിരിയേറെ പ്രൊജക്റ്റുകൾ എല്ലാം അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് നാവിനെ പറ്റിയാണ്. ഈ നാവ് കൊണ്ട് ഒത്തിരി പേർക്ക് ആസ്വാദ്യത പകരാൻ സാധിക്കട്ടെ, ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. നമ്മുടെ ഇടയിൽ പറഞ്ഞ ആളെ പോലെ ഇതിനു വേണ്ടിയാണ് നീ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയത് എന്ന് പറഞ്ഞ ആളെ പോലെ അങ്ങനെ കുറേ മനുഷ്യരൊക്കെ ചേച്ചിയോട് പറയട്ടെ, ഇതിനു വേണ്ടിയാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയത് എന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. മാലാഖയുടെ പേരുള്ളയാൾ, മാലാഖയുടെ ശബ്ദമുള്ള ആൾ, മാലാഖ പോലെ മകളെ നീ എന്ന പാട്ടുള്ള സിനിമയിൽ ഡബ് ചെയ്തയാൾ, എല്ലാ ആശംസകളും നേരുകയാണ്, പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു കെവിൻ.